2026 വമ്പൻ റിലീസുകളുമായി ആരാധകരെ ഞെട്ടിക്കാനുള്ള പുറപ്പാടിലാണ് മലയാള സിനിമ. 2024 2025 ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് മുന്നിൽ വാണിജ്യ മൂല്യം കൊണ്ടും കലാമൂല്യം കൊണ്ടും മികച്ച സൃഷ്ടികൾ നിരത്തിയാണ് മലയാള സിനിമ തലയുയർത്തി നിന്നത്. 2026 ഇത് ആവർത്തിക്കുമെന്നാണ് വരാനിരിക്കുന്ന റിലീസുകൾ നൽകുന്ന സൂചന. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ടോവിനോ തോമസ്, ആസിഫ് അലി തുടങ്ങി താരങ്ങളുടെ കരിയറിലെ തന്നെ ആരാധകർ ഉറ്റുനോക്കുന്ന ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. 17 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റ് അടുത്ത വർഷമാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ഈ സിനിമയിലൂടെ ഇരുകൂട്ടരുടെയും ആരാധകർ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ചിത്രത്തിന്റെ ആദ്യ ടീസർ റിലീസ് ചെയ്തു എങ്കിലും ചിത്രീകരണം ഇനിയും ബാക്കിയാണ്. മമ്മൂട്ടിയുടെ ശാരീരിക പ്രശ്നങ്ങൾ കാരണം നിർത്തിവെച്ച ചിത്രീകരണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയെ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും തല ഉയർത്തി നിർത്താൻ കാരണമായി മാറിയ മോഹൻലാലിന്റെ ദൃശ്യം പരമ്പരയിലെ 3ാം ചിത്രവും അടുത്ത സമ്മറിലാണ് റിലീസ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി, തെലുങ്ക് പതിപ്പുകൾ ഒപ്പം റിലീസിനെത്തുമോ ഇല്ലയോ എന്നത് കണ്ടു തന്നെ അറിയണം. കെട്ടിയോളാണിന്റെ മാലാഖ, റോഷാക്ക് എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് ചിത്രം ഐ ആം നോബഡിയാണ് ആരാധകർ ഉറ്റുനോക്കുന്ന മറ്റൊരു വമ്പൻ റിലീസ്. പ്രമേയ സ്വീകരണത്തിലും മേക്കിങ്ങിലും ഞെട്ടിപ്പിക്കുന്ന സംവിധായകൻ പൃഥ്വിരാജിലൂടെ കാത്തുവച്ചിരിക്കുന്നത് എന്താവുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കൂടാതെ ഏറെ നാളുകൾക്ക് ശേഷം ദുൽഖറിന്റെ മലയാളത്തിലേക്കുള്ള മടങ്ങിവരവായ ഐ ആം ഗെയിം എന്ന സിനിമയുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ചിത്രം സംവിധാനം ചെയ്യുന്നത് RDX എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നഹാസ് ഹിദായത്താണ്. ഏറെ കാലത്തിന് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട ടോവിനോ തോമസിന്റെ പള്ളി ചട്ടമ്പി താരത്തിന്റെ കരിയറിലെ ശ്രദ്ധേയമായൊരു ചിത്രമാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. പീരിയഡ് സെറ്റിംഗിൽ തൊടുപുഴയിൽ ചിത്രീകരിക്കുന്ന ആക്ഷൻ ത്രില്ലറിൽ കയഡു ലോഹറാണ് നായികയാവുന്നത്. ഈ 2 ചിത്രങ്ങളും അടുത്ത വർഷം തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചനകൾ. ഇങ്ങനെ ഒരു പിടി നല്ല ചിത്രങ്ങൾ 2026 മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റാനുള്ള ഒരുക്കങ്ങളിലാണ്.